അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ശോഭിക വെഡിങ്സ് റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ്? റഷീദ. എവിടുന്ന് വിളിക്കുന്നു? കരുളായി. എന്ത് ചെയ്യുന്ന? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫാണ്. ഇതില്ലേണത്? അതേലോ. അറിയാം. അറിയാലേ? അറിയാം. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഇത്താ? ആദ്യം വിളിച്ചിരുന്നു. പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇപ്രാവശ്യമല്ല, മുന്നേ പ്രാവശ്യം പ്രൈസ് കിട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നോമ്പൊക്കെ സുഖമായിട്ട് പോണു. സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് അല്ലേ? ചൂടുണ്ടോ അവിടെ? ചൂടുണ്ട്. അതേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ. നല്ല ചൂടാണ്. അതെ. കാലാവസ്ഥ ഭയങ്കര മോശമാണ് ഇപ്രാവശ്യം. അതെ. കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഇത്രക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇടക്കൊക്കെ ഓരോ മഴയൊക്കെ കിട്ടിയിരുന്നു. ഓരോ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് ഇതിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. അതെ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഇത്രയും മോനും മാത്രമേ ഉള്ളൂ? ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് എന്താ പറയാ, 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുക. അതില് 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കിട്ടും. അപ്പൊ റെഡി അല്ലേ? എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മോനുണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? മോനുണ്ട്. അടുത്തുണ്ട് അല്ലേ? മോൻ പഠിക്കണോ? മോന് ഡിഗ്രിക്ക് പഠിക്കണുണ്ട്. എവിടെയാ? ഏത് കോളേജിലാ? മൂത്തേടം. ഫാത്തിമയിലാണോ? ഫാത്തിമയില. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ. ചോദ്യം ഇതാണ്: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്നും മക്കയിലേക്ക് ആരുടെ സംരക്ഷണത്തിലാണ് തിരിച്ചെത്തിയത്? ആരുടെ സംരക്ഷണത്തിലാണ് തിരിച്ചെത്തിയത്? അതെ. ചോദ്യം ക്ലിയർ അല്ലേ? എന്നാ ഓപ്ഷൻസ് വായിക്കട്ടെ. ഓപ്ഷൻസ് ഇതാണ്: മുത്തൈമു ബിനു അദിയ്, സെയ്ദ് ബിനു ഹാരിദ്, ഉമർ ബിനുൽ ഖത്താബ്. ഒന്നുകൂടി വായിക്കോ? ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. മുത്തൈമു ബിനു അദിയ്, സെയ്ദ് ബിനു ഹാരിദ്, ഉമർ ബിനുൽ ഖത്താബ്. അറിയില്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് നോക്കി. സെയ്ദ് ബിനു ഹാരിദ്. തെറ്റിപ്പോയല്ലോ. മുത്തയ്യബിനു അദിയാണ് ശരി ഉത്തരം. അപ്പൊ 2 ചോദ്യം കൂടെ ബാക്കിയുണ്ട്. സാരല്ല, അതില് 2 ചോദ്യത്തിന് ശരി ഉത്തരം പറയാൻ നോക്ക. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: പ്രവാചകന്റെ മാതൃ കുടുംബക്കാരുടെ പ്രദേശം. ചോദ്യം ക്ലിയർ ആണോ? പ്രവാചകന്റെ മാതൃ കുടുംബക്കാരുടെ പ്രദേശം. അതെ. ഓപ്ഷൻസ് വായിക്കട്ടെ. ത്വായിഫ്, മക്ക, സമൂദ്. മക്ക, ത്വായിഫ് അല്ലേ? അതെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉത്തരം കിട്ടാൻ സാധ്യത ഉണ്ട്. ത്വായിഫിലാണോ അതോ മക്ക? ഇത്തയുടെ മനസ്സിൽ ഏതാണ് ആദ്യം ശരിയാകും എന്നൊരു തോന്നലുള്ളത് അത് പറഞ്ഞോളൂ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീണ്ടും വിളിക്കാം. ത്വായിഫ്. ഉത്തരം ശരിയാണ്. മനസ്സിൽ ആദ്യം വന്നത് ത്വായിഫ് എന്നല്ലേ? അപ്പൊ അതങ്ങോട്ട് പറയാ ഉത്തരം അറിയില്ലെങ്കിൽ. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂ ഒന്നുമില്ല. അപ്പൊ ഗസ് ചെയ്യാ. ചോദ്യം ക്ലിയർ ആയിട്ട് കേൾക്ക, എന്നിട്ടൊന്ന് ഗസ് ചെയ്ത് നോക്ക ഉത്തരം കിട്ടുമോ. ഉത്തരം അറിയാഞ്ഞിട്ട് പോലും ഗസ് ചെയ്ത് ഉത്തരം ശരിയാക്കിയവരുണ്ട് ഈ റൗണ്ടില്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: മലക്ക് ജിബ്രീലിനെ ഖുർആനിൽ പറഞ്ഞ പേര്. മലക്കുൽ ജിബ്രീലിനെ ഖുർആനിൽ പറഞ്ഞ പേര്? അതെ. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി, അപ്പൊ ചിലപ്പോ ഉത്തരം കിട്ടും. ജിബ്രീലിനെ എന്താ ചോദ്യം? ഖുർആനിൽ പറഞ്ഞ പേര്. അറിയൂലട്ടോ. അറിയില്ല. ഞാൻ ഉത്തരം പറയട്ടെ എന്നാ. റൂഹുൽ അമീൻ. കിട്ടുന്നതായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോ കൺഫ്യൂഷൻ ആവാണ് പലരും അല്ലേ?
അപ്പൊ സാരല്ലെത്താ വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുക. കഴിഞ്ഞ വർഷം പ്രൈസ് ഒക്കെ കിട്ടിയതല്ലേ? അപ്പൊ ഇത്തവണ എന്തായാലും ഇനി വിളിച്ചാൽ കിട്ടും. അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ശോഭിക വെഡിങ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാണ്? സെലീനയാണ്, ചെമ്പങ്കല്ല്. സെലീന, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 4 മക്കളുണ്ട്, ഉമ്മ ഉണ്ട്. അടുത്ത് വരെ എല്ലാരും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? അടുത്ത് കുറച്ച് 2 ആളുണ്ട്. 2 പേരുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നോമ്പ് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാതെ സൂപ്പറായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നേ നോമ്പ് തുറക്കാന്? ഇന്ന് ഇവിടെ അമ്മോന്റെ വീട്ടില് നോമ്പ് തുറയാണ്. നോമ്പ് തുറവുണ്ട്. അപ്പൊ ഇന്ന് അവിടെ പോവാൻ വേണ്ടി സെറ്റ് ആയി നിൽക്കാവൂ അല്ലേ? അടുത്ത് തന്നെയാണോ? അതവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ് അല്ലേ? നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? പ്രോഗ്രാം കാണാറുണ്ട്. പ്രൈസ് കിട്ടിയിട്ടുണ്ടോ മുമ്പ് വിളിച്ചപ്പോ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ എന്തായാലും കിട്ടട്ടെ. കഴിഞ്ഞ ആഴ്ചയിലും മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ 3 ചോദ്യമാണ് ചോദിക്കുക. അതില് 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും. 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും. റെഡി അല്ലേ? ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ചോദ്യം ഇതാണ്: അല്ലാഹു ജിബ്രീൽ മുഖാന്തരം സലാം അറിയിച്ച നബി പത്നി. പിന്നെ ഓപ്ഷൻസ് ഉണ്ട്: ഹഫ്സ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, സുമയ്യ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ. ഉത്തരം ശരിയാണ്. ഈസി അല്ലായിരുന്നോ? അപ്പൊ 2ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? 2ാമത്തെ ചോദ്യം ഇതാണ്: 1ാം ഹിജ്റക്ക് നേതൃത്വം നൽകിയ സ്വഹാബി ആര്? ഓപ്ഷൻസ് ഇതാണ്: ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? ഉത്തരം ശരിയാണ്. ശരി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇപ്പൊ 2 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞില്ലേ? കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്കണം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോള് വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വിളിച്ചിട്ട് പ്രൈസ് കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുക. ഇനി വിളിക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.